നമസ്കാരം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വളരെ സ്പെഷ്യലാണ്. കാരണം ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് വെസ്റ്റേണേഴ്സിന്റെ ഏറ്റവും ലക്ഷറി ഡിന്നർ എന്നറിയപ്പെടുന്ന സ്റ്റേക്ക്. എന്താണ് ഈ സ്റ്റേക്ക് ഇത്ര എക്സ്പെൻസീവ്, എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഈ സ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു ആനിമലിന്റെ അല്പം പോലും എക്സർസൈസ് കിട്ടാത്ത മസിൽ ടിഷ്യൂ, അനങ്ങാത്ത മസിൽ ടിഷ്യൂ. അങ്ങനെ ആ പ്രത്യേക മീറ്റിന് ഒരു നല്ല ഫ്ലേവർ ഉണ്ട്. അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റും ടെൻഡറും ആയിരിക്കും. അതൊട്ടും ചൂവി ആയിരിക്കില്ല, ടഫ് ആയിരിക്കില്ല. ഒരു പ്രത്യേക സുഖമാണ് ആ മീറ്റ് കഴിക്കാൻ. അത് ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റേക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു ഏജ്ഡ് മീറ്റാണ്. ഒരാഴ്ചയോളം പഴക്കം ചെന്ന മീറ്റ്. അപ്പോൾ പഴക്കം ചെന്നാൽ കേടായി പോകില്ല എന്ന് നമുക്ക് സംശയം തോന്നാനില്ല. അത് ക്രയോ വായിക്കുന്ന പ്രത്യേക ഒരുതരം പ്രോസസ്സ് ഉപയോഗിച്ച് ഒരു റൂമിൽ ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ്, അതുപോലെ ബാക്ടീരിയക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എല്ലാം നടത്തി ഒരാഴ്ചയോളം വെച്ച ശേഷമാണ് ഈ മീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ആനിമലിനെ സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ മസിൽസ് എല്ലാം സ്റ്റിഫ് ആവും. അതിനെയാണ് റിഗർ മോർട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. അപ്പോൾ ആ മസിലൊക്കെ ഒന്ന് അയഞ്ഞു വരാനായിട്ട് ഏകദേശം ഒരാഴ്ചയോളം എടുക്കും. അതാണ് നമ്മൾ ഈ ഏജ് ചെയ്യുക എന്ന് പറയുന്നത്. രണ്ടു തരം ഏജിങ് ഉണ്ട്, വെറ്റ് ഏജിങ് ഉണ്ട്, ഡ്രൈ ഏജിങ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല, നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഈ സ്റ്റേക്ക് നമുക്കൊന്ന് സീസൺ ചെയ്യാം. കല്ലുപ്പും കുരുമുളകും ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്താണ് നമ്മൾ സീസൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റേക്ക് 1 മണിക്കൂറെങ്കിലും റൂം ടെമ്പറേച്ചറിൽ ഇരിക്കണം. അതിൻ്റെ പുറത്തോ അല്പം പോലും വെള്ളം ഇരിക്കാൻ പാടില്ല. നമ്മളത് പാറ്റ് ഡ്രൈ ചെയ്ത് ഉണക്കി വേണം എടുക്കാൻ. അതുപോലെ തന്നെ പല സീസണിങ്ങിനും അതുപോലെ തന്നെ ഫ്ലേവർ കൊടുക്കാൻ റോസ്മേരി, ഗാർലിക് അങ്ങനെ പലതും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മളിന്ന് ഇവിടെ ഈ പ്രോസസ്സ് ഏറ്റവും സിമ്പിൾ ആക്കി വെക്കുകയാണ്. പ്രധാനമായിട്ടും 2 രീതിയിലാണ് സ്റ്റേക്ക് കുക്ക് ചെയ്യുന്നത്. ഒന്ന് ഫ്ലെയിം ഗ്രില്ലിംഗ്, മറ്റൊന്ന് പാൻ സീറിംഗ്. പാൻ സീറിംഗ് ആണ് നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. ഈ സീസൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിലുമായിട്ടിരിക്കുന്ന സ്റ്റേക്ക് നമ്മൾ നല്ല ഹെവി മെറ്റൽ സ്കില്ലറ്റിലേക്ക്, ചൂടായിട്ടിരിക്കുന്ന ഒന്നെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ സ്കില്ലറ്റിലേക്ക് വെച്ച് സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സിസ്ലിംഗ് സൗണ്ടോടുകൂടി. അങ്ങനെ ഇതിനകത്തുള്ള ഫ്ലൂയിഡ് എല്ലാം ഇതിനുള്ളിൽ തന്നെ സീലായിട്ട് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സ്റ്റേക്ക് എന്തുമാത്രം വേവണം? ചിലതതിനെ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ഇന്റേണൽ ടെമ്പറേച്ചർ, അകത്തെ ചൂട് 55 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിയുമ്പോഴാണ്. അതിനെയാണ് റെയർ സ്റ്റേക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡ് 62 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ അതിന് മീഡിയം സ്റ്റേക്ക് എന്ന് പറയും. 68 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ അതിന് വെൽ ഡൺ എന്ന് പറയും. വെൽ ഡൺ എന്ന് പറയുമ്പോഴത്തേനും നന്നായിട്ട് അത് വെന്തിട്ടുണ്ടായിരിക്കും. അല്പം ചൂവിയായിരിക്കും, അതിന് അത്ര ഒരു ഫ്ലേവർ ഉണ്ടാവില്ല. ഈ മീഡിയമാണ് അധികം ആൾക്കാരും ഇഷ്ടപ്പെടുന്നത്. ചിലത് നല്ല ഫ്ലേവറോടുകൂടി കഴിക്കണം എന്നുള്ളവർ 55 ഡിഗ്രിയിൽ റെയർ സ്റ്റേക്ക് കഴിക്കാറുണ്ട്. നമ്മുടെ ആദ്യത്തെ സ്റ്റേക്കിൻ്റെ ഒരു വശം ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞു. നല്ലൊരു ക്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്, നല്ലൊരു കാരമലൈസേഷൻ വന്നിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് ഏകദേശം ഒരു 2.5-3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേക്ക് റെഡിയായി. ഇതൊരു വെൽഡൺ സ്റ്റേക്കാണ്. രണ്ടാമത്തെ സ്റ്റേക്ക് കുക്ക് ചെയ്യുന്ന ഒരു കാസ്റ്റ് അയൺ ഗ്രിൽ പാനിലാണ്. അതുപോലെ ഗ്രില്ല് പോലെ വരകളുണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രത്യേകതകളൊന്നുമില്ല. നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള കാസ്റ്റ് അയൺ പാനിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒരു റെയർ സ്റ്റേക്കാണ്. അതായത് 55 ഡിഗ്രി ഇന്റേണൽ ടെമ്പറേച്ചർ ആകുമ്പോൾ നമ്മൾ ഈ സ്റ്റേക്ക് എടുക്കും. നമുക്ക് മീറ്റ് തെർമോമീറ്റർ ഇല്ലെങ്കിൽ സ്റ്റേക്കിൻ്റെ ഡൺനെസ് മീഡിയം ആണോ റെയർ ആണോ എന്നൊക്കെ എങ്ങനെ അറിയാം? വെന്തുകൊണ്ടിരിക്കുന്ന സ്റ്റേക്കിൽ നമ്മൾ കൈവിരൽ കൊണ്ട് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ തമ്പും മിഡിൽ ഫിംഗറും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം കൈയുടെ ഈ ഭാഗത്ത് പ്രസ് ചെയ്ത് നോക്കിയാൽ ഉള്ള ആ ഒരു ഫേംനെസ് ആണ് റെയർ സ്റ്റേക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തമ്പും റിംഗ് ഫിംഗറും കൂടി ജോയിൻ ചെയ്തതിന് ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഫേംനെസ് മീഡിയം സ്റ്റേക്കും, തമ്പും ലിറ്റിൽ ഫിംഗറും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം പ്രസ് ചെയ്താൽ കിട്ടുന്നത് വെൽഡൺ സ്റ്റേക്കുമാണ്. നമ്മുടെ റെയർ സ്റ്റേക്ക് ഇവിടെ റെഡിയാണ്. ഇതിന്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത് അധികം ബ്രൗൺ അല്ല, ഒരു ലൈറ്റ് ബ്രൗൺ ആണ്. അടുത്തതായിട്ട് നമുക്ക് മീഡിയം സ്റ്റേക്ക്. ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഈ സ്റ്റേക്ക് ഗ്രിൽ പാനിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗത്ത് ആ ഗ്രിൽ മാർക്കുകൾ വരും. അല്പസമയം കഴിഞ്ഞ് ഇത് നേരെ തിരിച്ച് ഒരു 45 ഡിഗ്രി ഓപ്പോസിറ്റ് ആംഗിളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഗ്രിൽ മാർക്കുകൾ നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ കിട്ടും, ഇങ്ങനെ സ്ക്വയർ പോലെ. നമ്മുടെ മീഡിയം സ്റ്റേക്കിൽ റെഡിയായി. ഇതിൻ്റെ ഗ്രിൽ മാർക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ റിബായ് പോലുള്ള അധികം ഫാറ്റുള്ള മീറ്റിൻ്റെ പീസുകൾ നമ്മൾ വെൽഡൺ ആക്കിയത് നല്ല ചൂടിൽ കുക്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ ഫാറ്റെല്ലാം പെട്ടെന്ന് ഉരുകി ആ ഓയിലിൽ കിടന്ന ആ മീറ്റ് ഫ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് സ്റ്റേക്കിൻ്റേതായ സെയറിങ്ങോ അല്ലാതെ സ്റ്റേക്കിൻ്റേതായ ടെക്സ്ചറോ അതിന് കിട്ടില്ല. അങ്ങനെയുള്ള സ്റ്റേക്കുകൾ എപ്പോഴും റെയർ ആയിട്ടല്ലേ മീഡിയത്തിൽ കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അധികം ചൂടില്ലാതെ. ആദ്യമായിട്ട് നമുക്ക് മീഡിയം സ്റ്റേക്ക് കട്ട് ചെയ്യാം. സ്റ്റേക്ക് വെന്താൽ ഉടനെ കട്ട് ചെയ്യണമെന്ന് നമുക്ക് തോന്നും, പക്ഷേ കട്ട് ചെയ്യരുത്. ഒരു 10-15 മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കണം. കാരണം ഇതിനകത്തുള്ള ചൂട് ഫ്ലൂയിഡ്സ് എല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ സ്റ്റേക്ക് ഡ്രൈ ആയി പോകും. അപ്പോൾ ആ ഫ്ലൂയിഡ്സ് എല്ലാം കൂടെ അതിനകത്തുനിന്ന്
ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അനുവദിക്കണം. പിന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഈ സ്റ്റേക്കിന്റെ കളർ ഒന്ന് മാറി ഒരു ഡാർക്ക് ബ്രൗൺ ആയി കിട്ടും. ഇനി റെയർ സ്റ്റേക്ക് കട്ട് ചെയ്യാം. റെയർ സ്റ്റേക്കിന്റെ ഇൻസൈഡ് കുറച്ച് റെഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഈ ഫ്ലൂയിഡ് ഒരു റെഡ് കളറിലുള്ളതായിരിക്കും. അത് ബ്ലഡ് അല്ല, അതിന് മയോഗ്ലോബിൻ എന്നാണ് പറയുന്നത്. ഹീമോഗ്ലോബിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. ഇനി വെൽഡൺ കുറച്ച് വൈറ്റ് ആയിരിക്കും, നന്നായിട്ട് വെന്തിട്ടുണ്ട്. മീറ്റിന് അത്ര ഫ്ലേവർ ഉണ്ടാവില്ല. നമുക്ക് സാധാരണ നമ്മൾ സ്റ്റേക്ക് കഴിക്കുന്നത് ഒരു സ്റ്റാർച്ചും അല്പം വെജിറ്റബിളും കൂട്ടിയാണ്. നമ്മളിവിടെ മാഷ് പൊട്ടറ്റോസും ഗ്ലേസ്ഡ് ക്യാരറ്റും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പി ഒലിവ് മസാലയുടെ ചാനലിൽ തന്നെയുണ്ട്. പലർക്കും സംശയം തോന്നാം, ഈ സ്റ്റേക്ക് എന്ന് പറയുന്നത് വിദേശികൾക്ക് മാത്രമല്ല, വിദേശത്ത് ജോലി ചെയ്യുന്ന NRIകൾക്ക് മാത്രമുള്ള ഒരു ലക്ഷറി ഇല്ലെന്ന്. ശരിയാണ്, നമുക്ക് എവിടെയാണ് നാട്ടിൽ സ്റ്റേക്ക് കിട്ടുന്നത് അല്ലേ? പക്ഷേ ഒലിവ് മസാലയിൽ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്, എല്ലാത്തിനും ഒരു വർക്ക് അറൗണ്ട് ഉണ്ട്. ന്യൂയോർക്ക് സ്റ്റൈൽ പിസ്സ എങ്ങനെ നമുക്ക് നാട്ടിലുണ്ടാക്കാവുന്ന കാണിച്ചു തന്നതുപോലെ തന്നെ നാട്ടിൽ കിട്ടുന്ന മീറ്റ് ഉപയോഗിച്ച് എങ്ങനെ സ്റ്റേക്ക് ഉണ്ടാക്കാവുന്ന 2-3 ആഴ്ചയ്ക്ക് ശേഷം ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരുന്ന് അതുകൂടി കാണുക. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സ്റ്റേക്കിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ give me a thumbs up guys, add some comments and consider subscribing. Thank you for watching Olive Masala. My name is Soy and see you in the next episode.